നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം എഫ് സി ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ജിദ്ദയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായി 2 ഗോളുകൾക്കാണ് ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം ഗാവി ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. ഒപ്പം ലാമിൻ യമാൽ ഗോളടിച്ചിരിക്കുന്നു. 2-0 വിജയം അവർ സ്വന്തമാക്കിയ മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ റാഫീഞ്ഞ, ലാമിൻ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 17-ാമത്തെ മിനിറ്റിലാണ് ബാൽഡയുടെ അസിസ്റ്റിൽ നിന്ന് ഗാവിയിലൂടെ എഫ് സി ബാഴ്സലോണ ലീഡ് എടുക്കുന്നത്. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് ലാമിൻ യമാലിൻ്റെ ഗോൾ പിറക്കുന്നത്. പരിക്കിന് ശേഷം പയ്യൻ്റെ ആദ്യ ഗോളാണ് വരുന്നത്. 52-ാമത്തെ മിനിറ്റിൽ യമാൽ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലേക്ക് എഫ് സി ബാഴ്സലോണ കടന്നുപോയി. എന്തായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഡാനി ഓൾമോ, പാവോ വിക്ടർ കേസ് തൽക്കാലം അവർക്ക് നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഫൈനലിൽ ആരായിരിക്കും എതിരാളികൾ എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ 2ാം സെമി ഫൈനലിന് ശേഷം അറിയാം. അതായത് റയൽ മാഡ്രിഡ് വേഴ്സസ് മയോർക്ക മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുക. അത് കഴിഞ്ഞാൽ റയലാണ് വിജയിക്കുന്നതെങ്കിൽ ജനുവരി 13 പുലർച്ചെ 12:30 നമ്മളെ കാത്തിരിക്കുന്നത് സ്പാനിഷ് സൂപ്പർ കപ്പിലെ ഒരു എൽ ക്ലാസിക്കോ ഫൈനലായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.